സംസ്ഥാനത്ത് കാലവർഷം ഇന്ന് എത്തിയേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരും. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പ് നിൽക്കുന്നുണ്ട്. ആദ്യം രാജ്കുമാർ ചേർന്നു കൊല്ലത്ത് നിന്ന്. രാജ്കുമാർ, കൊല്ലത്തെ സാഹചര്യം എങ്ങനെയാണ്? മഴ തുടരുന്നുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വാർത്തകൾ? ഷമി, കൊല്ലം ജില്ലയിൽ, അതായത് കൊല്ലം, കരുനാഗപ്പള്ളി, കുന്നത്തൂർ താലൂക്കുകളിൽ അതിശക്തമായ മഴയുണ്ട്. അതിൽ ഏറ്റവും വലിയ മഴ പെയ്യുന്നത് കരുനാഗപ്പള്ളിയിലും കുന്നത്തൂർ താലൂക്കുകളിലാണ്. ആകെ ഏതാണ്ട് 50ഓളം ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഈ ക്യാമ്പുകളിലായി 2000ഓളം പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ മഴക്കെടുതിയിൽ കൊല്ലം ജില്ലയിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം തൃക്കോവിൽവട്ടം മണിയാന്തോട് അവിടെ മത്സ്യബന്ധനത്തിനിടെ മധ്യവയസ്കനായിട്ടുള്ള മുഹമ്മദ് നൂഹ് അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടു. ഇന്നാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ടെത്താനായത്. അതിന്റെ ദൃശ്യങ്ങൾ വരെ നമ്മുടെ പക്കൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ തോട്ടിലേക്ക് ഇറങ്ങി മീൻ പിടിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നതും ഒഴുക്കിൽപ്പെട്ട് പെട്ടെന്ന് മുങ്ങി താഴുകയായിരുന്നു. അതാണ് ജില്ലയിലെ ആദ്യത്തെ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ മരണം. മാത്രമല്ല, ഹെക്ടർ കണക്കിന് കൃഷിഭൂമി നശിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നത്തൂരിലുള്ള പാവുമ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ പള്ളിക്കിലാറ് കരകവിഞ്ഞ് ഒഴുകുന്നതിന്റെ ദൃശ്യം. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അതിശക്തമായിട്ടുള്ള ഒഴുക്കാണ്. ഇതിപ്പോൾ ജനവാസ മേഖലയാണ്. ഇങ്ങോട്ടേക്കാണ് ഈ പള്ളിക്കിലാറിൽ നിന്ന്, തോടിൽ നിന്നും മറ്റും ഈ വെള്ളം ഒഴുകി. ഇതിപ്പോൾ ഈ കാണുന്നത് ഒരു വയലായിരുന്നു. ആ വയലിപ്പോൾ ഒരു കായൽ പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. താമസിയാതെ ഈ മഴ തുടർന്നാൽ ഇത് കൂടുതൽ രൂക്ഷമാവുകയും ഇത് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഒരു പ്രളയമായി ഇത് മാറുകയും ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം, രക്ഷാപ്രവർത്തനം നമുക്ക് ഒരു അല്പം കാത്തിരുന്നാൽ തീരെ അവശനിലയിലായ ഒരു വ്യക്തിയെ ഇപ്പോൾ ഈ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ചുമന്നുകൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയും. അയ്യപ്പ, കുറച്ച് മുന്നോട്ട് പോകും. വിഷ്വൽ കൊടുക്കും, കാണാൻ കഴിയും. നിലവിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ 2000ഓളം പേര് ക്യാമ്പിലുണ്ട്. അതിൽ കൂടുതലും സ്ത്രീകളാണ്. ഏതാണ്ട് 400ഓളം കുട്ടികളും ഈ സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവർ ഇപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെയും റവന്യൂ വകുപ്പിൻ്റെയും പോലീസിൻ്റെയും മറ്റും നേതൃത്വത്തിൽ ഇപ്പോൾ ഇതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നു. ഇത് എല്ലാ സ്ഥലത്തും സന്നദ്ധ പ്രവർത്തകർ സജ്ജമായി തന്നെയുണ്ട്. നമുക്കിപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുന്നു. ഷമി, ആളുകളെ കൊണ്ടുവരുന്നതാണ്. ഈ മഴക്കെടുതിയുടെ ഒരു സാഹചര്യത്തിൽ, വെള്ളപ്പൊക്കം വരുന്ന ഒരു പശ്ചാത്തലത്തിൽ അവരെ സുരക്ഷിത ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. കരുനാഗപ്പള്ളി, കുന്നത്തൂർ താലൂക്കുകളിൽ ശക്തമായ മഴ എന്നാണ് രാജ്കുമാർ പറയുന്നത്. ഏതാണ്ട് 50 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നു. ഏതാണ്ട് 2000ഓളം പേരെ ഈ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുന്നു. 400ഓളം കുട്ടികളും ഉൾപ്പെടെയാണ് ഈ ക്യാമ്പുകളിൽ പാർക്കുന്നത്. ഇപ്പോൾ പാവുമ്പായിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. മഴയിൽപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ആൾക്കാരെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ രക്ഷിച്ചു കൊണ്ടുവരുന്നതിൻ്റെ, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാൻ കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ അങ്ങോട്ടൊക്കെ വെള്ളം എങ്ങനെയുണ്ട്? വെള്ളം കൂടുന്നുണ്ട്. എങ്ങനെയുണ്ട്? നല്ല വെള്ളമുണ്ട്. അമ്മേ എന്തോ ഇവിടെ കൂടെ അയ്യപ്പ ഇങ്ങോട്ടോ. അമ്മേ എന്തോ കാണാവോ? എനിക്കോ? എങ്ങനെയുണ്ട് വെള്ളം? എനിക്ക് കാണാൻ വയ്യ മോനെ. മഴയായാലും എന്തുമായാലും എനിക്ക് ഒരു ശകലവും കാണത്തില്ല. ഇപ്പൊ അമ്മയെ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ട് വള്ളത്തിൽ കൊണ്ടുപോവാ. എന്തോ ആയാലും എനിക്ക് കാണാനൊക്കത്തില്ല. കാണാനും ഒക്കത്തില്ല. ചെവിയും വളരെ കുറവാ കേൾക്കാൻ. അങ്ങോട്ട് കൊണ്ടുപോവാ അമ്മേ ക്യാമ്പിലോട്ട്. ക്യാമ്പാ, എന്നും ക്യാമ്പുവാ. അമ്മയുടെ പേരെന്തുവാ? എൻ്റെ പേര് അവിടെ റെക്കോർഡുണ്ട് മോനെ. എത്ര വർഷം കൊണ്ട് വള്ളക്കുടിച്ച് പോകുന്നു. ഒന്ന് കഴിഞ്ഞ 2 വർഷം കൊണ്ട് പോകുന്നില്ലെന്ന് തീർത്തു തിന്നുന്നതാ. ഇപ്പോൾ അരിയടപ്പയിൽ കിടപ്പുണ്ട് തിന്നാൻ. എൻ്റെ മോനെന്തേ? കരുനാഗപ്പള്ളി പാവുമ്പയിൽ നിന്നുള്ള ദൃശ്യമാണ്. അവിടെ പള്ളിക്കലാറിൽ നിന്നുള്ള വെള്ളം ആ പ്രദേശത്തേക്ക് ഇരച്ച് കയറിയിട്ടുണ്ട്. അതിനെ തുടർന്ന് പല വീടുകളിൽ നിന്നും ആൾക്കാരെ ഒഴിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രായമായ ഒരു അമ്മയെ വള്ളത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുന്നത്തൂർ താലൂക്കിലും അതുപോലെ തന്നെ കരുനാഗപ്പള്ളി താലൂക്കിലും അതിശക്തമായ മഴ തുടരുകയാണെന്നാണ് രാജ്കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്.